ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ക്രിയാമാർഗോപദേശം കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിൻ ഓർക്കില്ലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവൻ ഒട്ടു സംക്ഷേപിച്ചു നിങ്ങൾ ഉള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗ്രഹോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമെടോ. ഗൃൽക്കമലത്തിങ്കൽ ആഖിലുമാം പുനർ അഗ്നി ഭഗവാങ്കൽ ആകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിൽ എന്നാകിലും അർക്കങ്കൽ ആകിലും അപ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനർ ഉത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയേ. മൂലം അറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധർത്ഥമായി ചെയ്യുക സങ്കൽപ്പം ആദിയേ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരം ഒക്കെ പ്രസാദം എനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസു കൊണ്ടാദരാൽ അർക്കനെ സ്തണ്ടിലത്തിങ്കൽ എന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധപുഷ്പ അക്ഷതഭക്ഷ്യഭോജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായതു കൽപ്പിച്ചുകൊള്ളണം. ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്ന് ആവിർമുദാലിവിന്യാസം കഴിക്കണം. ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തിവ സംഭരിച്ചിടണം. അർഘ്യപദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥം ആമജനി അർഘ്യപദ്യപ്രദനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥം എന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്വലാം ഗൃൽക്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം. പിന്നെ സോദ്യേകം അഖിലം ത്വയാ വാപ്തം എന്നുറയ്ക്കേണം. ഇളക്കവും കൂടാതെ ആവാഹയേൻ പ്രതിമാദിഷു മൽക്കലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുപർക്കം ഇത്യാദ്യേ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളത് ഉപചാരം എന്നാൽ അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്ത പ്രകാരേണ നീരാജനൈ ധൂപദീപൈ നിവേദ്യൈ ബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ. ശ്രദ്ധയാ
ഞാനും ഭുജിക്കും മറികനി ഹോമം അഗസ്ത്യോക്തമാർഗകുണ്ഠാനനെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം അതെന്നിയേ. ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമെടു ചിത്തതാരിങ്കൽ നിനത്യകുമാരനി ഔപാസനാഗ്നൗ ചരുണാഹവിഷാദ സോഭാധിനാ ചെയ്ക ഹോമം മഹാമതേ. തപ്തജാംബുനദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം മാമേവ മന്യമധ്യസ്ഥിതം ധ്യാനിക്യ ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്ത്ര വാസം നാഗവല്ലീതലാദിയും ദത്വാമദാഗ്രേ മഹൈപ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീ മാം ഉറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനൻ ഉത്തമാംഗേ നിദായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുക്താ നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രദ്യുമ്നസിംഗൽ ഇത്തം ദിനം അനുപൂജിക്ക മത്സകേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യം ഏവം ക്രിയായോഗം അനുഷ്ഠിക്ക് ദേഹനാശേ മമ സാരൂഭ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗം ഉത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാഫലം ഉണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനം ലക്ഷ്മണൻ തന്നോടശേഷം ഇതം അരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാവലഭ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരി ഹാ ജനമോഹിനീനാദേ മമ പ്രിയേ. ഏവം ആദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതിച്ചമഞ്ഞിതു. സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമിക്യമോടുമരുവും ചില നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.